ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം 100 പ്രധാന വാർത്തകൾ അരമണിക്കൂർ. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾക്കെതിരെ KT ജലീലിന്റെ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. സ്വപ്ന സുരേഷിനും PC ജോർജിനുമെതിരെ FIR രജിസ്റ്റർ ചെയ്തത് ഗൂഢാലോചന, കലാപശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ ആരോപണങ്ങളിൽ നിന്ന് പുറകോട്ടില്ലെന്ന് സ്വപ്ന സുരേഷ്. പോലീസ് കേസെടുത്താലും നിയമപരമായി പ്രതിരോധിക്കാൻ നീക്കം. വിജിലൻസ് നീക്കങ്ങളിൽ പരാതി നൽകാൻ നിയമവിദഗ്ധരുടെ അഭിപ്രായം തേടി സരിത്ത്. വിഷയം രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. ശമ്പളം ആവശ്യപ്പെട്ട് സമരം തുടരുന്നതിനിടെ KSRTCയിൽ ജീവനക്കാർക്ക് പ്രമോഷൻ. 2017 ശേഷം KSRTCയിൽ പ്രമോഷൻ നൽകുന്നത് ഇതാദ്യം. ശമ്പള പ്രതിസന്ധി തുടരുന്നു. തൊഴിലാളി യൂണിയനുകളുടെ അനിശ്ചിതകാല സമരം 4ാം ദിവസത്തിലേക്ക്. കോഴിക്കോട് കൊട്ടോളിയിൽ പെട്രോൾ പമ്പിൽ കവർച്ച. ജീവനക്കാരനെ കെട്ടിയിട്ട് 50,000 രൂപ കവർന്നു. CCTV ദൃശ്യങ്ങൾ 24. ചിന്തൻ ശിബിർ തീരുമാനങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി വിളിച്ച യോഗം ഇന്ന്. പാർട്ടി ജനറൽ സെക്രട്ടറിമാരും DCC പ്രസിഡന്റുമാരും പങ്കെടുക്കും. നാഷണൽ ഹെറാൾഡ് കേസിലെ ED നടപടികളും ചർച്ചയാകും. സംരക്ഷിത വനങ്ങൾക്ക് ചുറ്റും 1 കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖല നിർബന്ധമെന്ന സുപ്രീം കോടതി ഉത്തരവിനെതിരെ മലയോര മേഖലകളിൽ പ്രതിഷേധം ശക്തം. ഇടുക്കി ജില്ലയിൽ നാളെ LDF ഹർത്താൽ. ബത്തേരി നഗരസഭയിൽ ചൊവ്വാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്ത് മുസ്ലിം ലീഗ്. സുപ്രീം കോടതി ഉത്തരവ് മറികടക്കാൻ കേന്ദ്ര ഇടപെടൽ വേണമെന്ന ആവശ്യം. ഉത്തരവ് മറികടക്കാൻ കേന്ദ്രത്തെയും സുപ്രീം കോടതിയെയും സമീപിക്കാൻ സർക്കാർ. സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും ഇന്നു മുതൽ കുടിവെള്ള പരിശോധന. തീരുമാനം വിദ്യാർത്ഥികൾക്കിടയിൽ ഭക്ഷ്യ വിഷബാധയുണ്ടായ പശ്ചാത്തലത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സാമ്പിൾ ശേഖരിക്കും. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ദിവസങ്ങളോളം കടലിൽ കഴിയുന്ന ബോട്ടുകൾ ഇന്ന് വൈകിട്ടോടെ തീരത്ത് മടങ്ങിയെത്തും. വിലക്ക് ജൂലൈ 31 വരെ. കാലാവധി നിശ്ചയിക്കുന്നതിൽ അശാസ്ത്രീയതയെന്ന മത്സ്യത്തൊഴിലാളികൾ. തിരുവനന്തപുരം RDO കോടതിയിൽ നിന്ന് കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന വിലയിരുത്തലിൽ അന്വേഷണ സംഘം. ഇന്നും ലോക്കറിൽ പരിശോധന നടക്കും. പരിശോധന പൂർത്തിയായ ശേഷം വിജിലൻസ് അന്വേഷണത്തിനായി റിപ്പോർട്ട് കൈമാറും. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് പോലീസ് റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇൻചാർജിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ടിന്റെ സസ്പെൻഷനും ഉടൻ പിൻവലിച്ചേക്കും. വോട്ട് ചെയ്യാത്ത സർക്കാർ സ്വകാര്യ മേഖലകളിലെ ഉദ്യോഗസ്ഥരുടെ വിവരം നൽകാൻ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവരശേഖരണത്തിന് നോഡൽ ഓഫീസറെ നിയമിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് ദിവസം അവധിയെടുക്കുകയും വോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥരുടെ വിവരം. കോഴിക്കോട് കാരപ്പറമ്പിൽ കാറിലെത്തിയ സംഘം റോഡിൽ വെച്ച് പരസ്പരം ആക്രമിച്ചു. 2 പേർക്ക് വെട്ടേറ്റു. പരിക്കേറ്റത് കാരപ്പറമ്പ് സ്വദേശികളായ ഷെറിൻ, ഷിബുരാജ് എന്നിവർക്ക്. SMA രോഗത്തിന് ചികിത്സ തേടുന്ന ഗൗരി ലക്ഷ്മി എന്ന 2 വയസ്സുകാരിക്ക് ഉടൻ മരുന്നെത്തും. മരുന്നിനുള്ള 9.32 കോടി രൂപ US കമ്പനിക്ക് കൈമാറി. അടുത്ത ഗഡു എങ്ങനെ നൽകുമെന്ന ആശങ്കയിൽ കുടുംബം. കൊച്ചി മെട്രോ പേട്ട മുതൽ SN ജംഗ്ഷൻ വരെയുള്ള പാതയിൽ ഇന്ന് സുരക്ഷാ കമ്മീഷണറുടെ പരിശോധന. രാവിലെ 10:30 പരിശോധന ആരംഭിക്കും. കൈറ്റ് വിക്ടേഴ്സിൽ +1 വിദ്യാർത്ഥികൾക്കായി തത്സമയ സംശയ നിവാരണത്തിന് അവസരം നൽകുന്ന ലൈവ് ഫോൺ ഇൻ ക്ലാസുകൾക്ക് ഇന്ന് തുടക്കം. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഓരോ വിഷയത്തിനും 2 മണിക്കൂർ നീളുന്ന ക്ലാസ് ഉണ്ടാകും. ദേശീയ വാർത്തകൾ. നീറ്റ് PG കൗൺസിലിംഗിൽ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിക്കരുതെന്ന നിർദ്ദേശം. കനത്ത ജാഗ്രതയിൽ രാജ്യത്തെ പ്രധാന നഗരങ്ങൾ. കുട്ടികളെ ചാവേറുകളായി ഉപയോഗിക്കുമെന്ന അൽ-ഖ്വായ്ദ ഭീഷണിയെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം. ഡൽഹി, മുംബൈ, ഉത്തർപ്രദേശ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ചാവേർ ആക്രമണം നടത്തുമെന്നാണ് ഭീഷണി. അടുത്ത വർഷം മുതൽ ഡൽഹിയിൽ ഡീസൽ ഉപയോഗത്തിന് നിരോധനം. വ്യാവസായിക ഉപയോഗത്തിനും അനുമതിയില്ല. തീരുമാനം രാജ്യതലസ്ഥാനത്തെ അന്തരീക്ഷം ഗുണനിലവാരം സംരക്ഷിക്കാൻ നിയോഗിച്ച സമിതിയുടേതാണ്.
ഡൽഹിയിലെ മണ്ടാവലി പോലീസ് സ്റ്റേഷനിൽ തീപിടുത്തം. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീപിടുത്തമുണ്ടായത് എവിഡൻസ് റൂമിൽ. മൊബൈൽ കെട്ടിടം തകർന്നു വീണ ഒരു മരണം, 16 പേർക്ക് പരിക്ക്. അപകടം ബാന്ദ്ര വെസ്റ്റിലെ ശാസ്ത്രി നഗറിൽ. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ 4 പേർ കുടുങ്ങിക്കിടക്കുന്നു. 2 മാസമായി കാണാതായ മകനെ തേടി ഡൽഹി മയൂർ വിഹാറിലെ മലയാളി ദമ്പതികൾ. ദിലീപ് മിനി ദമ്പതികളുടെ 17-കാരനായ മകനാണ് വീട് വിട്ടിറങ്ങിയത്. പോലീസ് അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്ന് കുടുംബം. ബീഹാറിൽ മതപരിവർത്തന നിരോധന നിയമം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ സമാധാനത്തോടെ ജീവിക്കുന്ന സംസ്ഥാനത്ത് എന്തിന് മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കണമെന്ന് മുഖ്യമന്ത്രി. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി നേതാവ് ലാൽ ബിഹാരി യാദവിനെതിരെ കേസെടുത്ത് പോലീസ്. നടപടി മതവിദ്വേഷ പരാമർശം നടത്തിയെന്ന പരാതിയെ തുടർന്ന് ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് പരാതി നൽകിയത്. ഡൽഹിയിൽ കൈക്കൂലി കേസിൽ സബ് ഇൻസ്പെക്ടർ അറസ്റ്റിൽ. സിബിഐ അറസ്റ്റ് ചെയ്തത് കിഷൻഗഡ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ. പരാതിക്കാരിയോട് 15,000 രൂപ വാങ്ങിയെന്നാണ് കേസ്. കോവിഡ് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഉത്തരവിട്ട് തെലങ്കാന ഹൈക്കോടതി. നിർദ്ദേശം പ്രതിദിന രോഗബാധിതരുടെ എണ്ണത്തിൽ വർധനയുണ്ടായ സാഹചര്യത്തിൽ. പഠനത്തിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്ത ഹിമാചൽ പ്രദേശ് സർക്കാർ. പാഠ്യരംഗത്ത് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ജമ്മുകശ്മീരിൽ പൂഞ്ചിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം കാട്ടുതീ. ധർമ്മസാൽ മേഖലയിലാണ് അപകടം. തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് വൈഷ്ണോ ദേവി തീർത്ഥാടനത്തിന് വിലക്ക്. SML നിർമ്മാണം പുരോഗമിക്കുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 7ാം നിലയിൽ നിന്ന് വീണ് ഡോക്ടർ മരിച്ചു. ഡോക്ടർ ഫാൽഗു പ്രദീം ദാസ് ആണ് മരിച്ചത്. പോലീസ് അന്വേഷണം തുടങ്ങി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് നാളെ ജമ്മുവിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ 5ാമത് ബിരുദദാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പ്രത്യേക സെല്ലുകൾ ആരംഭിച്ച അസം പോലീസ്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, കൌൺസിലിംഗ് സൗകര്യം ഏർപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യം. അന്താരാഷ്ട്ര വാർത്തകൾ. ലബനനിലെ പൈൻ വനത്തിൽ വൻ തീപിടുത്തം. ഏക്കർ കണക്കിന് പൈൻ മരങ്ങൾ കത്തി നശിച്ചു. ബോധപൂർവം ആരോ വനത്തിന് തീ വെച്ചതാണെന്ന് നിഗമനം. കുരങ്ങുപനിക്കെതിരെ വീണ്ടും ജാഗ്രതാ നിർദ്ദേശവുമായി ലോകാരോഗ്യ സംഘടന. അവികസിത രാജ്യങ്ങൾ കുരങ്ങുപനി ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശം. മുന്നറിയിപ്പ് പല രാജ്യങ്ങളിലായി 1000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ. അമേരിക്കൻ സുപ്രീം കോടതി ജഡ്ജിക്കെതിരെ ആക്രമണ ശ്രമം. ജസ്റ്റിസ് ബ്രൈറ്റ് കവനോത്തിന്റെ വീടിന് മുൻപ് ഭീഷണി മുഴക്കി യുവാവ് പിടിയിൽ. അമേരിക്കയിലെ യാഥാസ്ഥിതികരുടെ നേതൃത്വത്തിലുള്ള ഏകപക്ഷീയമായ ആക്രമണം തുടരുന്നതിനിടെയാണ് അറസ്റ്റ്. കിഴക്കൻ യുക്രൈനിലെ പ്രധാന നഗരമായ സെവെറോഡോനെറ്റ്സ്ക് കീഴടക്കി റഷ്യ. തെരുവുകളിൽ പോരാട്ടം രൂക്ഷമെന്ന് ലുഗാൻസ്ക് മേഖലയിലെ ഗവർണർ. ലിസി ചാൻസ്കും റഷ്യയുടെ നിയന്ത്രണത്തിൽ. കാലിഫോർണിയയിൽ സൈനിക വിമാനം തകർന്നു വീണു. അപകടത്തിൽപ്പെട്ടത് 3D മറൈൻ എയർക്രാഫ്റ്റ്. 4 പേർ മരിച്ചെന്ന് പ്രാഥമിക നിഗമനം. ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഇടിച്ചു കയറി അപകടം. 1 മരണം, 8 പേർക്ക് ഗുരുതര പരുക്ക്. ഡ്രൈവർ അറസ്റ്റിൽ. വേതന വർധന ആവശ്യപ്പെട്ട് പാരീസിൽ വിമാനത്തൊഴിലാളികളുടെ പണിമുടക്ക്. പാരീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനങ്ങൾ പലതും റദ്ദാക്കി. തൊഴിലാളികൾ പണിമുടക്ക് തുടർന്നാൽ കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വരുമെന്ന് വിമാനത്താവളം അധികൃതർ. ഇറാഖിൽ 2 ഡ്രോൺ ആക്രമണം. കുർദിസ്ഥാനിൽ 3 പേർക്ക് പരിക്ക്. ബഗ്ദാദിൽ ഡ്രോൺ പൊട്ടിത്തെറിച്ചൊരു കെട്ടിടത്തിന് നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചെന്ന് റിപ്പോർട്ട്. യുക്രൈൻ തുറമുഖങ്ങളിൽ നിന്ന് വീണ്ടും വാണിജ്യ നീക്കത്തിന് ശ്രമം. യുക്രൈനിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി ലാവ്റോവ്. UAE-യിൽ തൊഴിലാളികൾക്കുള്ള ഉച്ചവിശ്രമ നിയമം പ്രഖ്യാപിച്ചു. ഈ മാസം 15 മുതൽ സെപ്റ്റംബർ 15 വരെ 3 മാസമാണ് നിയമം. പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ. കോവിഡിനെതിരെ പുതിയ വാക്സിൻ വികസിപ്പിച്ച മൊഡേണ. ബൈവാലന്റ് എന്ന വാക്സിൻ 814 പേരിൽ പരീക്ഷിച്ചെന്ന് അധികൃതർ. ബൂസ്റ്റർ ഡോസായി വാക്സിൻ ഉപയോഗിക്കാമെന്ന് അവകാശവാദം.
മെയ് മാസത്തിൽ പണപ്പെരുപ്പം ഉയർന്നെന്ന് വൈറ്റ് ഹൌസ്. യുക്രൈൻ അധിനിവേശവും കോവിഡ് വ്യാപനവും തിരിച്ചടിയായെന്നും വിലയിരുത്തൽ. ബ്രസീലിൽ പട്ടിണിയിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ വർധന. കഴിഞ്ഞ 2 വർഷത്തിനിടെ വർദ്ധിച്ചത് 73%. രാജ്യത്തിന് ചരിത്രപരമായ തിരിച്ചടിയെന്ന് റിപ്പോർട്ട്. കുവൈറ്റ് വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് കർശന മാർഗനിർദ്ദേശവുമായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. മാസ്ക് ധരിക്കാതെ വരുന്ന ഒരു യാത്രക്കാരനെയും വിമാനത്തിൽ കയറ്റാൻ അനുവദിക്കില്ലെന്ന് DGCA. മാസ്ക് ധരിക്കാതെ യാത്ര ചെയ്യാൻ എത്തുന്നവരെ നോ ഫ്ലൈ ലിസ്റ്റിൽപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ്. ജില്ലാ വാർത്തകൾ. സംസ്ഥാന NSS പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി, ആർ ബിന്ദു എന്നിവർ പങ്കെടുത്തു. NSSന്റെ പ്രവർത്തനം സമൂഹത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം ശംഖുമുഖം ഹരിത ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തിരുവനന്തപുരം നഗരസഭ, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, ക്ലീൻ കേരള കമ്പനി എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ തെന്മല MSLന് സമീപം റോഡിന് കുറുകെ മരം ഒടിഞ്ഞു വീണ അപകടം. വൈദ്യുതി ലൈനിനുൾപ്പെടെ കേടുപാട്. ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് കൊല്ലത്ത് കോൺഗ്രസ് പ്രതിഷേധം. ചാത്തന്നൂരിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുന്ദരേശൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട ഇളകൊള്ളൂർ പോസ്റ്റ് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യം. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ ജോലി ചെയ്യുന്നത് പോസ്റ്റ് മാസ്റ്റർ ഉൾപ്പെടെ 4 ജീവനക്കാർ. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള അധികാരം സംബന്ധിച്ച നിയമ നടപടികൾ പൂർത്തിയാക്കി റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്ത്. ഷൂട്ടർമാരുടെ എംപാനൽ ലിസ്റ്റ് തയ്യാറാക്കി. ഉത്തരവ് ഷൂട്ടർ K ജോസഫിന് കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു റെജി. പത്തനംതിട്ട പെരുമ്പട്ടിയിലെ പട്ടയം നൽകുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് CPI കൊറ്റനാട് ലോക്കൽ സമ്മേളനം. റവന്യൂ വനം വകുപ്പുകൾ സംയുക്തമായി നടത്തിയ സർവേയിൽ വനാതിർത്തിക്ക് പുറത്താണ് താമസക്കാരെന്ന് കണ്ടെത്തൽ. പട്ടയം നൽകുന്നതിന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമര പരിപാടികൾ ആരംഭിക്കാനും തീരുമാനം. പത്തനംതിട്ട പഴകുളം സ്റ്റേറ്റ് ബാങ്കിനെതിരെ പ്രതിഷേധവുമായി DYFI. ബാങ്ക് വിദ്യാഭ്യാസ ലോൺ നിഷേധിക്കുന്നുവെന്ന ആരോപണം. DYFI പള്ളിക്കൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. കയർ മേഖലയുടെ ചരിത്രം സഞ്ചാരികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ആലപ്പുഴയിലെ അന്തർദേശീയ കയർ മ്യൂസിയം. കയർ വ്യവസായ വിപണന രംഗത്ത് ആവശ്യമായ പരിശീലനവും നൽകും. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ച് ശുചീകരിച്ച വനമിത്ര പുരസ്കാര ജേതാവ് ഫിറോസ് അഹമ്മദ്. ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷ സൗമ്യ രാജ് മുഖ്യാതിഥിയായി. മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് ബയോ സയൻസസിലെ അനിമൽ ഹൌസിൽ അനിമൽ അറ്റൻഡർ തസ്തികയിലേക്ക് താത്കാലിക നിയമനം. വാക്കൻ ഇന്റർവ്യൂ ജൂൺ 14 രാവിലെ 10:30. 10ാം ക്ലാസ് യോഗ്യതയും ലബോറട്ടറി അനിമൽ പരിചരണവുമായി ബന്ധപ്പെട്ട 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അഭിമുഖത്തിനെത്താം. മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ ദുഷ്ടലാക്കോടെയുള്ളതും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും കേരള കോൺഗ്രസ് എം പാർലമെന്ററി പാർട്ടി യോഗം. സർക്കാരിനെയും മുഖ്യമന്ത്രിയും ആക്ഷേപിച്ച് അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢപദ്ധതി കേരളം വീണ്ടും അവജ്ഞയോടെ തള്ളുമെന്നും നേതാക്കൾ. കോട്ടയം നന്മമരം സംസ്ഥാന പരിസ്ഥിതി അവാർഡ് മുണ്ടക്കയം TR&T എസ്റ്റേറ്റിലെ തൊഴിലാളിയായ സുനിൽ സുരേന്ദ്രനും ഭാര്യ സുഷിതയ്ക്കും. ഇരുവരും ചേർന്ന് വിതരണം ചെയ്തത് ആയിരക്കണക്കിന് വൃക്ഷത്തൈകൾ. കോട്ടയം മൂക്കംപെട്ടി പുതിയ പാലം നിർമ്മിക്കുന്നതിന് DPR തയ്യാറാക്കും. സ്ഥലം സന്ദർശിച്ച അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം. ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യത്തിൽ പൊറുതിമുട്ടി ഇടുക്കി ബൈസൺ വാലി മുട്ടുകാട് നിവാസികൾ. പ്രദേശത്ത് വ്യാപക കൃഷിനാശം. കൃഷി ചെയ്ത് ഉപജീവനം നടത്താൻ കഴിയാത്ത അവസ്ഥയെന്ന് കർഷകർ. KSRTCയിലെ ശമ്പള നിഷേധത്തിനെതിരെ തൊടുപുഴ ഡിപ്പോയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച KST എംപ്ലോയീസ് സംഘം. അനിശ്ചിതകാല ധർണ ഉദ്ഘാടനം ചെയ്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് KM സിജു.
നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ആമ്പല്ലൂർ സ്വദേശി ആദർ ചന്ദ്രശേഖരൻ. നടപടി ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. പ്രഷർ ബ്ലൂ ആർട്ട് ഹബിന്റെ ആഭിമുഖ്യത്തിൽ ഫോർട്ട് കൊച്ചി ഡേവിസ് ഹാൾ ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന ചിത്ര പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. ടി.ആർ. സുരേഷാണ് ക്യൂറേറ്റർ. പ്രദർശനത്തിനുള്ളത് 33 ചിത്രകാരന്മാരുടെ സൃഷ്ടികൾ. ക്രൈസ്തവ സഭ ആത്മവിമർശനത്തോടെ സ്വയം നവീകരണം സാധ്യമാക്കണമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി 3 വർഷം നീണ്ടു നിൽക്കുന്ന കേരള സഭാ നവീകരണ കാലം പാലാരിവട്ടം POCയിൽ ഉദ്ഘാടനം ചെയ്തു. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി BK ഹരിനാരായണനെ ആദരിച്ച് പോർക്കുളം ഗ്രാമപഞ്ചായത്ത്. കലാമണ്ഡലം നിർവാഹക സമിതി അംഗം TK വാസു ഉപഹാരം സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വനിതകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഹെൽത്ത് ക്ലബ് ഒരുക്കി ചാവക്കാട് നഗരസഭ. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത് മുതുവട്ടൂരിലെ ലൈബ്രറി കെട്ടിടത്തിൽ. പണി പൂർത്തീകരിച്ചത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം. ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ എല്ലാ കൊമേഴ്സ്യൽ ബാങ്കുകളുമായി സഹകരിച്ച് വായ്പാ വിതരണ മേള സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. പരിപാടി സംഘടിപ്പിച്ചത് ആസാദി കാ അമൃത് മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി. ഗുരുവായൂരിലെ തീർത്ഥാടന ചരിത്ര കേന്ദ്രങ്ങളെ കൂട്ടിയിണക്കി ഏകദിന ടൂറിസം പാക്കേജ് നടപ്പിലാക്കണമെന്ന നിർദ്ദേശവുമായി ഗുരുവായൂർ നഗരസഭ. നിർദ്ദേശം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ. ഈറ്റ മുള സംരംഭകർക്ക് ബോധവത്കരണ പരിപാടി സംഘടിപ്പിച്ച് തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്ന വൃക്ഷ വർഷാചരണം പദ്ധതിക്ക് പാലക്കാട് തുടക്കം. തൃത്താല നിയോജക മണ്ഡലത്തിലെ 40,000 അയൽക്കൂട്ടങ്ങളിൽ 5 ഫലവൃക്ഷ തൈകൾ വീതം നടും. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി. പാലക്കാട്ടെ മുതിർന്ന കോൺഗ്രസ് നേതാവും ശ്രീകൃഷ്ണപുരം മുൻ MLAയുമായിരുന്ന P ബാലന്റെ 18ാം ചരമവാർഷികം ആചരിച്ചു. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് അടിപ്പെരണ്ട CMM UP സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം സജ്ജം. K ബാബു MLA ഉദ്ഘാടനം ചെയ്തു. ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. വാർഷിക കരട് പദ്ധതി രേഖ അവതരിപ്പിച്ച പാലക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത്. വിഭാവനം ചെയ്തിരിക്കുന്നത് 4.5 കോടിയുടെ പദ്ധതികൾ. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായി ഭൂമിയില്ലാത്ത 5 കുടുംബങ്ങൾക്ക് 20 സെന്റ് സ്ഥലം വിട്ടു നൽകി പാലക്കാട് പള്ളിപ്പാടം സ്വദേശി കബീർ. നിയമസഭാ സ്പീക്കർ MP രാജേഷ് രേഖകൾ കൈമാറി. തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ അധ്യക്ഷയായി. ദേശീയ മിക്സ്ഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം വെള്ളി മെഡലുകൾ നേടിയവർക്ക് സ്വീകരണം നൽകി മലപ്പുറം കക്കാട് TFC ക്ലബ്ബ്. ക്യാപ്റ്റൻ റിയാസ് കക്കാട് ഉദ്ഘാടനം ചെയ്തു. മത്സരം നടന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിൽ. മലപ്പുറം തിരൂർ മംഗലം ഗ്രാമപഞ്ചായത്തിൽ സൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതി പ്രഖ്യാപനവും 2022-23 വികസന സെമിനാറും നടന്നു. ഇ.ടി. മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. 10 കോടിയിൽ പരം രൂപയുടെ വാർഷിക പദ്ധതി കരട് രേഖ അവതരിപ്പിച്ചു. KCB മലപ്പുറം വളാഞ്ചേരി സെക്ഷൻ ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ KCB ജീവനക്കാരൻ മോഹൻദാസ് ചികിത്സയിൽ. ട്രാൻസ്ഫോമർ നന്നാക്കുന്നതിനിടെ പ്രകോപനമൊന്നുമില്ലാതെയാണ് ആക്രമിച്ചതെന്ന് പരാതി. മാരക മയക്കുമരുന്നായ MDMAയുമായി മലപ്പുറത്ത് യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് ചേലമ്പ്ര സ്വദേശി മുഹമ്മദ് സാലിഹ്. ലഹരിമരുന്ന് പിടികൂടിയത് പ്രതിയുടെ വീട്ടിൽ നിന്ന്. കുടിയൊഴിപ്പിക്കൽ ഭീതിയിൽ കനോലി കനാൽ തീരത്തെ കുടുംബങ്ങൾ. 100 കണക്കിന് കെട്ടിടങ്ങൾ ഒഴിപ്പിച്ചുള്ള കനാൽ വികസനം വേണ്ടെന്ന നിലപാട് തീര ജനസംരക്ഷണ സമിതി പ്രവർത്തകർ. 1118 കോടി രൂപ മുടക്കി പദ്ധതി നടപ്പാക്കാൻ നീക്കം. കോഴിക്കോട് കുന്നമംഗലത്ത് കളക്ടേഴ്സ് അറ്റ് സ്കൂൾ പദ്ധതിക്ക് തുടക്കം. മാലിന്യം തരംതിരിച്ച് സംസ്കരിക്കുന്നതിന് പ്രാധാന്യം വിദ്യാർത്ഥികൾക്കിടയിൽ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം. PT റഹീം MLA അധ്യക്ഷത വഹിച്ചു. ഹൈദരാബാദ് വെച്ച് നടന്ന 44ാമത് ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ മാസ്റ്റേഴ്സിൽ 2 സ്വർണ്ണ മെഡൽ നേടിയ ഹാഷിമിന് സ്വീകരണം നൽകി സ്നേഹ റെസിഡൻസ് അസോസിയേഷൻ. മെഡൽ നേട്ടം 100 കിലോ വിഭാഗത്തിൽ.
കോഴിക്കോട് മാവൂർ ബസ് സ്റ്റാൻഡിൽ സമയത്തെ ചൊല്ലി ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷം. 2 ബസ്സുകളും പോലീസ് പിടികൂടി. ഗതാഗത തടസ്സമുണ്ടാക്കുന്ന വിധം റോഡിൽ സംഘർഷമുണ്ടാക്കിയതിന് 5 ജീവനക്കാർക്കെതിരെ കേസ്. മാതൃകാ പഞ്ചായത്ത് രൂപീകരണത്തിലെ ഭാഗമായി കോഴിക്കോട് കുന്നമംഗലത്ത് സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു നെല്ലൂളി ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്യമിടുന്നത് ഉപഭോക്തൃ സംരക്ഷണം, എല്ലാവർക്കും തുല്യ നിയമ സംരക്ഷണം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശം എന്നിവ. കേരള വനിതാ കമ്മീഷൻ കോഴിക്കോട് ജില്ലയിൽ നടത്തിയ അദാലത്തിൽ 35 പരാതികളിൽ തീർപ്പായി. 2 പരാതികൾ പോലീസ് റിപ്പോർട്ടിനായി അയച്ചു. ഒരു പരാതി ഫുൾ ബെഞ്ച് സിറ്റിംഗിന്റെ പരിഗണനയ്ക്കായി മാറ്റി. ലോക സമുദ്ര ദിനത്തിൽ കോഴിക്കോട് വടകര മുനിസിപ്പാലിറ്റിയുടെയും ചോറോഡ് അഴിയൂർ പഞ്ചായത്തുകളിലും സമുദ്രതീര ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഹരിത കേരള മിഷന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു ശുചീകരണം. കോഴിക്കോട് അമ്പലവയൽ മഞ്ഞപ്പാറ ക്വാറി വളവിൽ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം. ഡ്രൈവർ മണ്ണാർക്കാട് സ്വദേശി ഷിഹാബുദ്ദീൻ മരിച്ചു. മൃതദേഹം ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ. കേരള സ്ക്രാപ്പ് മെർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് മുത്തു മൗലവി പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു. പാഴ്വസ്തു വ്യാപാര മേഖലയെ GSTയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം. ദീർഘകാലമായി രോഗാവസ്ഥയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യക്ഷേമത്തിനായി വയനാട് കൽപ്പറ്റയിൽ ചക്ക സദ്യ ചലഞ്ചിന് തുടക്കം. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ അരവിന്ദ് സുകുമാറും ഭാര്യയും എഴുത്തുകാരിയുമായ ഇന്ദു ചിന്തയും ആദ്യ കൂപ്പൺ വാങ്ങി. കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. നടപടി കണ്ണൂർ സിറ്റി സ്വദേശി മുഹമ്മദ് റസലിനെതിരെ. കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിൽ മാത്രം 3ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. 100 ന്യൂസിലേക്ക് വീണ്ടും ലേറ്റസ്റ്റ് ന്യൂസ്. ജമ്മുകശ്മീരിലെ അർണിയ സെക്ടറിൽ ഡ്രോൺ സാന്നിധ്യം. രാജ്യാന്തര അതിർത്തിക്ക് സമീപം ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയതായി സൈന്യം. ഡ്രോൺ എത്തിയത് പുലർച്ചെ. ലോസ് ഏഞ്ചൽസിൽ അമേരിക്ക നേതൃത്വം നൽകുന്ന ഉച്ചകോടിക്ക് തുടക്കം. ജനാധിപത്യം അമേരിക്കയുടെ ഭാവിയിലേക്കുള്ള അനിവാര്യമായ ഘടകമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. പീഡനക്കേസിൽ മെക്സിക്കോയിൽ പുരോഹിതന് 17 വർഷം തടവ്. നാസൻ ജോക്വിൻ ഗാർസിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് 3 പെൺകുട്ടികൾ. കേസിൽ ലോസ് ഏഞ്ചലസ് വിമാനത്താവളത്തിൽ നാസൻ ജോക്വിൻ അറസ്റ്റിലായത് 2019. കോവിഡ് വാക്സിനുകളുടെ ബൗദ്ധിക സ്വത്തവകാശം ഒഴിവാക്കുന്നതിനുള്ള ഉച്ചകോടിയുടൻ. അടുത്തയാഴ്ച നടക്കുന്ന ആഗോള വ്യാപാര യോഗത്തിന് മുൻപായി തീരുമാനമെടുക്കുമെന്ന് ലോക വ്യാപാര സംഘടന. ബ്രിട്ടന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ പദ്ധതിയുമായി ബോറിസ് ജോൺസൺ. വിശ്വാസ വോട്ടെടുപ്പിന് ശേഷമുള്ള ആദ്യ നയപ്രസംഗം ഇന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.